സാമൂഹ്യ സൃഷ്ടിക്കായി അച്ചടക്കം, ഉത്തരവാദിത്വബോധം, സാമൂഹ്യ പ്രതിബദ്ധത, സേവന സന്നദ്ധത തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തി വിദ്യാർത്ഥികളിൽ മൂല്യബോധം വളർത്തി നാടിനും വീടിനും സമൂഹത്തിനും ആകെ തന്നെയും നല്ലൊരു ഭാവി ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി കർമ്മസേനയാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്. കോട്ടയം രാജാസ് ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് ശ്രീമതി രജനി അതിയടത്ത് ചെയർമാനും പിണറായി പോലീസ് SHO ശ്രീ MV വിഷ്ണുപ്രസാദ് കൺവീനറുമായ അഡ്വൈസറി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ശ്രീ E പ്രവീത്, ശ്രീമതി K സിതാര, ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ റിട്ടയർഡ് SI ശ്രീ വിനോദൻ, V ജിതിൻ എന്നിവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 വർഷത്തെ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകൾ. തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ ജെൻസൺ CR ചെയർമാനും തലശ്ശേരി പോലീസ് SHO ശ്രീ ബിജു ആന്റണി കൺവീനറുമായ അഡ്വൈസറി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ശ്രീ സുധീഷ് കുമാർ VV, ശ്രീമതി നിഷ മൈക്കൽ, ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ മിഥുൻലാൽ K, പ്രജിഷ V എന്നിവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 വർഷത്തെ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകൾ. മമ്പറം ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ ബാബു ജനാർദ്ദനൻ ചെയർമാനും പിണറായി പോലീസ് SHO MV വിഷ്ണുപ്രസാദ് കൺവീനറുമായ അഡ്വൈസറി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ശ്രീ അശ്വിൻ K, ശ്രീമതി ഡെയ്സി K എന്നിവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 വർഷത്തെ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകൾ. തലശ്ശേരി സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ റോസറ്റ് AC ചെയർമാനും തലശ്ശേരി പോലീസ് സ്റ്റേഷൻ SHO ശ്രീ ബിജു ആന്റണി കൺവീനറുമായ അഡ്വൈസറി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ശ്രീമതി മെറീറ്റ ഫിലിപ്പ്, ശ്രീമതി ഹർഷ G, ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ ശ്രീ ജോബിൻ, ശ്രീമതി സരിത എന്നിവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 വർഷത്തെ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെയും സംയുക്ത പാസിംഗ് ഔട്ട് പരേഡാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇന്ന് ഈ പരേഡ് നയിക്കുന്നത് പാതരിയാട് കോട്ടയം രാജാസ് ഹൈസ്കൂൾ SPC യൂണിറ്റിലെ സീനിയർ കേഡറ്റ് കുമാരി P ഗിരിനന്ദയാണ്. ഈ സമയം പരേഡിന്റെ പരിപൂർണ ചുമതല സെക്കൻഡ് ഇൻ കമാൻഡ് മാസ്റ്റർ അബ്ദുള്ള VK പരേഡ് കമാൻഡറെ ഏൽപ്പിക്കുന്നു. പരേഡിന്റെ പരിപൂർണ ചുമതല പരേഡ് കമാൻഡർ കുമാരി P ഗിരിനന്ദ സെക്കൻഡ് ഇൻ കമാൻഡിൽ നിന്നും ഏറ്റെടുത്തിരിക്കുന്നു. വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്ന് തന്നെ നാളെയുടെ നായകരെ കണ്ടെത്തുവാൻ വേണ്ടി 2010 അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന യശശരീരനായ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അവരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി. കേരളത്തിന്റെ മണ്ണിൽ രൂപം കൊണ്ട ഈ പദ്ധതി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രാവർത്തികമായി കഴിഞ്ഞു. ഈ
ഈ സമയം പിണറായി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശ്രീ MV വിഷ്ണുപ്രസാദ് അവർകൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ പതാക ഉയർത്തുന്നതും പരേഡിൽ അണിനിരന്ന കേഡറ്റുകൾ അഭിവാദ്യം അർപ്പിക്കുന്നതുമാണ്. പതാക ഉയർത്തുന്നതിനായി ശ്രീ MV വിഷ്ണുപ്രസാദ് അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്നത്തെ പരേഡിന്റെ വിശിഷ്ടാതിഥി ശ്രീ ഷെഹൻഷാ KS IPS, ബഹുമാനപ്പെട്ട തലശ്ശേരി അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് അവർകളാണ്. സ്കൂളിന്റെ ഈ മൈതാനത്ത് അണിനിരുന്ന 162 കേഡറ്റുകൾ നിറഞ്ഞ മനസ്സോടെ പരേഡ് പരിശോധിക്കുന്നതിനായി ക്ഷണിക്കുന്നു. Ready for inspection, sir. പരേഡ് കമാൻഡറുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിൽ ഇപ്പോൾ പരേഡ് പരിശോധിക്കുന്നു. 8 പ്ലറ്റൂണുകളാണ് ഇന്നത്തെ പരേഡിൽ ഈ ഗ്രൗണ്ടിൽ അണിനിരക്കുന്നത്. കോട്ടയം രാജാസ് ഹൈസ്കൂൾ പാതിരിയാട് സീനിയർ കേഡറ്റായ കുമാരി സന്മയ നയിക്കുന്ന 1ാം നമ്പർ പ്ലറ്റൂൺ, കോട്ടയം രാജാസ് ഹൈസ്കൂൾ തലശ്ശേരി സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂൾ സീനിയർ കേഡറ്റായ കുമാരി സനിക സുർജിത് നയിക്കുന്ന 3ാം നമ്പർ പ്ലറ്റൂൺ, തലശ്ശേരി സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ കേഡറ്റായ ഈ പരേഡിന്റെ ഭാഗമായി ദേശീയ പതാക, SPC പതാക എന്നിവ വഹിക്കുന്നത് കോട്ടയം രാജാസ് ഹൈസ്കൂളിലെ SPC കേഡറ്റുകളായ റിഗ രാജീവ്, ദേവന ശിവനന്ദ എന്നീ കേഡറ്റുകളാണ്. മൈതാന മധ്യത്തിലേക്ക് ആനയിക്കപ്പെട്ട
ഭാരതത്തിന്റെ ദേശീയ പതാകയ്ക്ക് പരേഡ് അഭിവാദ്യം അർപ്പിക്കുന്നു. ദേശീയഗാനം ആലപിക്കുമ്പോൾ യൂണിഫോമിലുള്ളവർ സല്യൂട്ട് ചെയ്യേണ്ടതും മറ്റുള്ളവർ ആദരപൂർവ്വം എഴുന്നേറ്റ് നിൽക്കേണ്ടതുമാണ്. ഓരോ ഭാരതീയന്റെയും ആത്മാഭിമാനത്തിന്റെ പ്രതീകമായ ദേശീയ പതാകയെ സാക്ഷി നിർത്തി കേഡറ്റുകൾ ഉത്തമ പൗരന്മാരായി ജീവിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഈ സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കുന്നത് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശ്രീ ബിജു ആന്റണി അവർകളാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഞാൻ ഉത്തരവാദിത്വബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും സഹജീവി സ്നേഹവും പ്രകൃതി സ്നേഹവുമുള്ള ഉത്തമ പൗരനായി ജീവിക്കുമെന്നും പ്രഖ്യാപിത നിയമവ്യവസ്ഥയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ അക്രമത്തിനും അനീതിക്കുമെതിരെ പോരാടുമെന്നും രാജ്യത്തിന്റെ സുരക്ഷയും അഖണ്ഡതയ്ക്കും മതേതരത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നും എന്നിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ പൂർണ്ണമായി വിനിയോഗിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ സ്വമേധയാ അനുസരിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പോലീസ് കേഡറ്റുകളുടെ അച്ചടക്കവും കൃത്യതയും കൃത്യനിഷ്ഠയും വിളിച്ചോതുന്ന ആകർഷണീയവും വർണ്ണശബളവുമായ മാർച്ച് പാസ്റ്റാണ് അടുത്തതായി നടക്കുന്നത്. SPCയുടെ 10 തത്വങ്ങളെ സ്വായത്തമാക്കിക്കൊണ്ട് പതറാത്ത മനസ്സുമായി ഉറച്ച കാൽവെപ്പുകളോടെ ഒരുമയോടെ ഒരേ തൂവൽ പക്ഷികളായി കേഡറ്റുകൾ മൈതാനത്തെ വലം വെച്ച് വിശിഷ്ട വ്യക്തിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് കടന്നുപോകുന്ന കാഴ്ച കൂടിയാണിത്. നാല് സ്കൂളുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 8 പ്ലറ്റൂണുകളാണ് ഇന്നത്തെ പരേഡിൽ ഈ ഗ്രൗണ്ടിൽ അണിനിരന്നിരിക്കുന്നത്. വർണ്ണശബളമായ ഈ പാസിംഗ് ഔട്ട് പരേഡ് നയിക്കുന്നത് കോട്ടയം രാജാസ് ഹൈസ്കൂളിലെ സീനിയർ കേഡറ്റായ കുമാരി ഗിരിനന്ദയാണ്. ഈ പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡ് ആയി പ്രവർത്തിക്കുന്നത് മാസ്റ്റർ അബ്ദുള്ള VK ആണ്. കോട്ടയം രാജാസ് ഹൈസ്കൂൾ പാതിരേട് സ്കൂളിലെ സീനിയർ കേഡറ്റായ കുമാരി സന്മയ നയിക്കുന്ന 1-ാം നമ്പർ പ്ലറ്റൂൺ, കോട്ടയം രാജാസ് ഹൈസ്കൂൾ പാതിരേട് സ്കൂളിലെ സീനിയർ കേഡറ്റായ മാസ്റ്റർ അൻഷിത് നയിക്കുന്ന 2-ാം നമ്പർ പ്ലറ്റൂൺ, തലശ്ശേരി സെക്രഡ് ഹാർട്ട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ കേഡറ്റായ കുമാരി സനിക സുചിത് നയിക്കുന്ന 3-ാം നമ്പർ പ്ലറ്റൂൺ, തലശ്ശേരി സെക്രഡ് ഹാർട്ട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ കേഡറ്റായ കുമാരി ദേവാംഗന S നമ്പ്യാർ നയിക്കുന്ന 4-ാം നമ്പർ പ്ലറ്റൂൺ, ഇന്നത്തെ പരേഡിന് അകമ്പടി താളം നൽകിക്കൊണ്ടിരിക്കുന്ന കുമാരി ദേവസൂര്യ PK നയിക്കുന്ന പാതിരിയാട് കോട്ടയം രാജാസ് ഹൈസ്കൂളിലെ ബാൻഡ് ടീം, മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ കേഡറ്റായ മാസ്റ്റർ അവനീന്ദ്രു വിജേഷ് നയിക്കുന്ന 5-ാം നമ്പർ പ്ലറ്റൂൺ, മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ കേഡറ്റായ കുമാരി അലോന വിനീഷ് നയിക്കുന്ന 6-ാം നമ്പർ പ്ലറ്റൂൺ,
തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ കേഡറ്റായ മാസ്റ്റർ അദ്നാൻ നയിക്കുന്ന 7-ാം നമ്പർ പ്ലറ്റൂൺ, തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ കേഡറ്റായ കീർത്തന MM നയിക്കുന്ന 8-ാം നമ്പർ പ്ലറ്റൂൺ. കമാൻഡറും സെക്കൻഡിംഗ് കമാൻഡും ഇപ്പോൾ ആദരണീയായ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് മാർച്ച് ചെയ്യുന്നു. കോട്ടയം രാജാസ് ഹൈസ്കൂൾ പാതിരിയാട് സീനിയർ കേഡറ്റായ കുമാരി സന്മയ നയിക്കുന്ന 1-ാമത്തെ പ്ലറ്റൂണാണ് വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാസ്റ്റർ അൻഷിത് നയിക്കുന്ന കോട്ടയം രാജാസ് ഹൈസ്കൂളിലെ പ്ലറ്റൂൺ 2-ാമതായി വിശിഷ്ടാതിഥിക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. തലശ്ശേരി സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ കേഡറ്റായ കുമാരി സനിക സുർജിത് നയിക്കുന്ന 3-ാം നമ്പർ പ്ലറ്റൂൺ ആണ് വിശിഷ്ടാതിഥിക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തലശ്ശേരി സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ കേഡറ്റായ കുമാരി ദേവാംഗന S നമ്പ്യാർ നയിക്കുന്ന 4-ാം നമ്പർ പ്ലറ്റൂൺ ആണ് വിശിഷ്ടാതിഥിക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പരേഡിന് അകമ്പടി താളം നൽകിക്കൊണ്ടിരിക്കുന്ന കുമാരി ദേവസൂര്യ PK നയിക്കുന്ന പാതിരിയാട് കോട്ടയം രാജാസ് ഹൈസ്കൂളിലെ ബാൻഡ് ടീമാണ് ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്കൂളിലെ സീനിയർ കേഡറ്റായ വിജേഷ് നയിക്കുന്ന 5-ാം നമ്പർ പ്ലറ്റൂണാണോ വിശിഷ്ടാതിഥിക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ കേഡറ്റായ കുമാരി അലോന വിനീഷ് നയിക്കുന്ന 6-ാം നമ്പർ പ്ലറ്റൂണാണ് വിശിഷ്ടാതിഥിക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ കേഡറ്റായ മാസ്റ്റർ അദ്നാൻ നയിക്കുന്ന 7-ാം നമ്പർ പ്ലറ്റൂൺ ആണ് വിശിഷ്ടാതിഥിക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ കേഡറ്റായ കുമാരി കീർത്തന MM നയിക്കുന്ന 8-ാം നമ്പർ പ്ലറ്റൂൺ ആണ് വിശിഷ്ടാതിഥിക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ചലനങ്ങൾ സംഗീതമാകുന്നു, മനസ്സുകൾ പ്രസന്നമാകുന്നു. ഇവർ ഈ നാടിന്റെ അഭിമാനം. നമ്മൾ തളരുമ്പോൾ കൈത്താങ്ങാകാൻ, ജനതയുടെ മനസ്സിനൊപ്പം നിൽക്കാൻ പൗരബോധവും രാഷ്ട്രബോധവും ഉൾക്കൊണ്ട് ആത്മവിശ്വാസത്തോടെ ഉറച്ച കാൽവെപ്പുകളോടെ കേഡറ്റുകൾ നടന്നെടുക്കുന്നു ജനഹൃദയങ്ങളിലേക്ക്. നാടിന്റെ അഭിമാന താരങ്ങൾ സത്യസന്ധതയുടെയും സാഹോദര്യത്തിന്റെ പ്രതീകങ്ങളായി പരിശീലനത്തിന്റെ കഠിനമായ വഴികളിലൂടെ ഇവർ സ്വായത്തമാക്കിയ കരുത്തും ആത്മവിശ്വാസവും വെല്ലുവിളികളുടെ ഈ കാലഘട്ടത്തിൽ മുതൽക്കൂട്ടാകുമെന്ന പ്രതീക്ഷയോടെ ഈ മൈതാനത്ത് അണിനിരക്കുന്ന 162 കേഡറ്റുകൾ ഒരു മനസ്സായി ഒരേ ചുവടുവെപ്പുകളോടെ ഈ പരേഡിന്റെ മറ്റൊരു ആകർഷണമായ റിവ്യൂ ഓർഡർ മാർച്ച് ചെയ്ത് നിറഞ്ഞ മനസ്സോടെ വിശിഷ്ടാതിഥി ശ്രീ ഷെഹൻഷാ KS ഇന്ത്യൻ പോലീസ് സർവീസ് അവർക്ക് ജനറൽ സല്യൂട്ട് അഭിവാദ്യം അർപ്പിക്കുന്നു. മമ്പറം HSS, സെന്റ് ജോസഫ് HSS തലശ്ശേരി, സേക്രഡ് ഹാർട്ട് ഗേൾസ് HSS തലശ്ശേരി.
ഇവർക്ക് എല്ലാവർക്കും ആദ്യമായിട്ട് തന്നെ എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. ഒറ്റ വാക്കിൽ പരേഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി. Special commendation should be given for the commander. ഈ ഒരു പരേഡിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കാതലായിട്ടുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ്. ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിന്റെ കമാൻഡറും, രണ്ട് അവിടെ ആ കമാൻഡിനെ നിയന്ത്രിക്കുന്ന ബാൻഡുമാണ്. ഇന്നത്തെ ബാൻഡ് അവരുടെ ബീറ്റ്, റിതം, അവരുടെ ടൈമിങ്സ് ഞങ്ങളുടെ പോലീസ് അക്കാദമിയിൽ ഞങ്ങൾ ട്രെയിൻ ചെയ്തതിനേക്കാളും നല്ല രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. സ്പെഷ്യലി ഗേൾസ് ബാൻഡിനെ കുറിച്ചിട്ട് കുറച്ച് വാക്കുകൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. സോ ദ റിതം, ആ പരേഡ് പോകുമ്പോൾ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത റിതം, ഇറ്റ് വാസ് വെരി പ്രോപ്പർ. ആ റിതം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് വർഷങ്ങളോളം ട്രെയിനിങ് നടത്തി വരുന്ന ഒരു ടീമിനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങളെ ട്രെയിൻ ചെയ്ത SPC ട്രെയിനേഴ്സിനെയും അതുപോലെ തന്നെ ഇതിനെ സഹായിക്കുന്ന മറ്റു ആൾക്കാരെയും ഞാൻ ഇതിൽ ആശംസിക്കുകയാണ്. ദാറ്റ് വാസ് റിയലി ഗുഡ്. ആ റിതം, അതുപോലെ തന്നെ റിവ്യൂ ഓർഡർ മാർച്ചിലൂടെ വരുന്ന റിതവും, അതുപോലെ പരേഡ് ചെക്ക് ചെയ്യുന്ന ടൈമിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു ട്രബിൾ ഉണ്ടായിരുന്നു, പക്ഷേ ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വാസ് പ്രോപ്പർലി പിക്ഡ് അപ്പ്. സോ ഇതെല്ലാം ചെറിയ കാരണങ്ങളാണെങ്കിൽ കൂടി അതിന്റെ റിതം മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതിന്റെ ഓരോ ട്യൂണിന്റെ മെയിൻ്റനൻസ് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നതും ഇറ്റ്സ് എ ബിഗ് ഡീൽ. സോ നിങ്ങളുടെ ബാൻഡ് കമാൻഡറിനും ബാൻഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും എൻ്റെ ആശംസകളും നന്ദിയും അറിയിക്കുന്നു. പിന്നെ ഇന്ന് നിങ്ങളെല്ലാവരും ട്രെയിനിങ് കഴിഞ്ഞ് ഒരു ട്രെയിനീസ് എന്ന പദവിയിൽ നിന്ന് കഴിഞ്ഞ് ഒരു കേഡറ്റ്സായി മാറുകയാണ്. അപ്പോ നിങ്ങളെല്ലാവരും നാളെ സ്കൂളുകളിൽ അംബാസഡേഴ്സ് ഓഫ് ലോ ആൻഡ് ഓർഡർ ആണ്. ഒരു സ്കൂൾ അത് പ്രവർത്തിക്കുന്ന രീതിയിൽ, അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ, അതിന്റെ കാര്യങ്ങൾ പോലീസിനെ അറിയിക്കുന്ന രീതിയിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾസ് SPC ചെയ്യുന്നുണ്ട്, ചെയ്യാറുണ്ട്. നിങ്ങളുടെ ഭാഗത്തുനിന്നും അത് പ്രതീക്ഷിക്കുന്നു. പണ്ട് പറഞ്ഞതുപോലെ വിത്ത് ഗ്രേറ്റർ പവർ കംസ് ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ നാളെ ട്രെയിനീസ് ആയി മാറി കേഡറ്റ്സ് ആയിട്ട് മാറുമ്പോൾ ഇറ്റ് കംസ് വിത്ത് റെസ്പോൺസിബിലിറ്റീസ്. ഒരുപാട് ചെറിയ ചെറിയ മാറ്റേഴ്സ് എന്ന് നമുക്ക് കാണുന്ന ഒരുപാട് കാര്യങ്ങൾ സ്കൂളുകളിലും അതിന്റെ പ്രദേശങ്ങളിലും ശരിയായിട്ടുള്ളത് SPC കേഡറ്റ്സിന്റെ പ്രോപ്പർ ഇന്റർവെൻഷൻ കൊണ്ട് ആണ്. കുറച്ച് ഇൻസിഡൻസ് ഞാൻ പറയാം. ഐ ആം നോട്ട് നെയിമിങ് ഏത് സ്കൂളാണെന്നോ വ്യക്തികളാണെന്നോ ഞാൻ നെയിം ചെയ്യുന്നില്ല. പക്ഷെ കുറച്ച് ഇൻസിഡൻസ്. ഒരു സ്കൂളിനകത്ത് വൈകുന്നേരം സ്കൂളിൽ സ്റ്റുഡൻസ് പോകുന്ന ടൈമിൽ ഈവ് ടീച്ചിങ് വളരെ കോമൺ ആയിരുന്നു. സോ ഈ സ്റ്റുഡന്റ് കാഡറ്റ്സ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവരുടെ യൂണിഫോം ഇട്ട് ഒരു 1 വീക്ക് അവിടെ നിന്നു. സോ ഇറ്റ് വാസ് ഓവർ. രണ്ടാമത്തേത്, ഒരു സ്കൂളിൽ ഈ ലഹരി പദാർത്ഥങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. സോ വി ഹാഡ് കണ്ടക്ടഡ് ഡ്രൈവ്. ഞങ്ങളുടെ ഡ്രൈവ് കണ്ടക്ട് ചെയ്തായിരുന്നു. അതിന്റെ ഭാഗത്തു നിന്നും വി യൂസ് ടു കോൺടാക്ട് സ്റ്റുഡന്റ് പോലീസ് കാഡറ്റിൽ അവിടുത്തെ കോർഡിനേറ്റിംഗ് ഓഫീസേഴ്സ് അവിടുത്തെ സ്റ്റുഡൻസിനെ കോർഡിനേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്റ്റുഡന്റ് ഈ സ്കൂളുകളിൽ ഇപ്പൊ പറഞ്ഞു വരുന്ന ഒരു പ്രത്യേകത ഒരു സാധനമുണ്ട്, കൂൾ എന്ന് പറഞ്ഞിട്ട്. ഇറ്റ്സ് ഒരു ചെറിയൊരു ബബിൾഗം പോലെ ഇരിക്കും. സോ ദാറ്റ് ഈസ് വെരി പോപ്പുലർ അമംഗ് ദ സ്റ്റുഡൻസ്. ആ സാധനം സ്കൂളിൽ കൊടുക്കേണ്ടെന്ന് പറഞ്ഞു. വി വർ ഏബിൾ ടു ക്യാച്ച് ദ പേഴ്സൺ. ഒരുപാട് സ്ഥലങ്ങളിൽ കുട്ടികൾ ഉണ്ടാവുന്ന മാനസിക പ്രശ്നങ്ങൾ, കുട്ടികൾ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ഡെലിക്വൻസീസ്, അതുപോലെ തന്നെ റാഗിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മുമ്പ് റിപ്പോർട്ടായിട്ടുണ്ട്. ഇതിനെല്ലാം സ്റ്റുഡൻസ് പോലീസ് കാഡറ്റിന്റെ ഒരു റോള് വാസ് ഡിഫറെന്റ്. സ്കൂളിന് പുറത്ത് ഞങ്ങളും സ്കൂളിന് പുറത്ത് നിങ്ങളുമാണ് ഉള്ളത്. സോ വി ആർ ഒരു സെക്യൂരിറ്റി ഫാമിലി പോലെ, ഒരു പോലീസ് ഫാമിലി പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് നിങ്ങൾ നാളെ സ്കൂളിലോട്ട് പോകുമ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും ഒപ്പം എടുത്തിട്ടാണ് പോകുന്നത്. ആ റെസ്പോൺസിബിലിറ്റീസിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിനനുസരിച്ചുള്ള റിപ്പോർട്ടിംഗ്, അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ കുറച്ച് SPC റിലേറ്റഡ് ആയിട്ടുള്ള ഗുഡ് വർക്ക്സ് ഐ ജസ്റ്റ് നീഡ് ടു സേ.
എക്സ്പെഷ്യലി ഞങ്ങൾ ഇപ്പോൾ എല്ലാവരും ഇലക്ഷൻസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാം ഇലക്ഷനിൽ പോലീസ് ഓഫീസേഴ്സ് ഒരുപാട് പണിയെടുത്തുന്നു. പക്ഷെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാത്ത ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സ്. എല്ലാ പോളിംഗ് ബൂത്തിലും സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. സോ മോസ്റ്റ് ഓഫ് ദ സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സ് വേർ ഫ്രം SPC, LCC അങ്ങനെയുള്ള കേഡറ്റ്സ് ഉണ്ടായിരുന്നു. സോ രാജ്യത്തിന്റെ ജനാധിപത്യത്തിൽ ഏറ്റവും മുൻഗണനയുള്ള ഒരു സംവിധാനം ഇലക്ഷൻ പ്രോസസ്സിൽ പോലീസിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചതും ഇലക്ഷൻ പ്രോസസ് കണ്ണൂരിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും സമാധാനപരമായിട്ടുള്ള ഒരു ഇലക്ഷനാണ് നമ്മളിപ്പോ കണ്ടത്. ആ ഇലക്ഷനിൽ ഒരു വലിയ ചുക്കാൻ പിടിച്ചത് SPC കാഡറ്റ്സ് തന്നെയാണ്. ഇവിടെ നിന്ന് +2 കഴിഞ്ഞ് പോയിട്ടുള്ള SPC ആയിട്ടുള്ള കാഡറ്റ്സിനെയാണ് ഞങ്ങൾ എടുത്തത്. സോ ഐ വാണ്ട് ടു കൺഗ്രാജുലേറ്റ് ദം. നിങ്ങളും ഭാവിയിൽ ഞങ്ങളെ ഈ ആക്ടിവിറ്റിയിൽ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മക്കളെല്ലാവരും +2 കഴിഞ്ഞ് ഈ 10th കഴിഞ്ഞ് +2 പോകുമ്പോഴത്തേക്കും ഒരു എംപവേർഡ് സിറ്റിസൺ, അതിലുപരി ഒരു എഡ്യൂക്കേറ്റഡ് ചിൽഡ്രൻ എന്ന് മാറി നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ എല്ലാവരും ഈ ഒരു സ്കീമിന്റെ ഭാഗമായിട്ട് സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരും നേതാക്കളും ആയിട്ട് മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. പിന്നെ ഈ ഒരു പ്രോഗ്രാമിന്റെ വേറൊരു പ്രധാന ലക്ഷ്യം ബിൽഡിംഗ് ട്രസ്റ്റ് ബിറ്റ്വീൻ പോലീസ് ആൻഡ് കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു പ്രധാന ആശയമാണ്. അതാണ് ഈ പ്രോഗ്രാമിന്റെ കാതലായിട്ടുള്ള ആശയം. ജനങ്ങളും പോലീസും തമ്മിലുള്ള ആ ഒരു ബ്രിഡ്ജ്, ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ് കമ്മ്യൂണിറ്റിയിൽ എല്ലായിടത്തും ഉണ്ട്. ആ ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ് ഇല്ലാണ്ടാക്കുകയും ജനങ്ങളെ പോലീസിലോട്ടും പോലീസിനെ ജനങ്ങളോട്ടും എത്തിക്കുന്ന ഒരു പ്രൈമറി മോസ്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജോബാണ് SPC കാഡറ്റ്സിന്റെ കയ്യിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ, നാട്ടിലെത്തുമ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റി, സമുദായത്തിൽ എല്ലായിടത്തും പോലീസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് മാറ്റേഴ്സ് ഉണ്ടെങ്കിലും നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ റിപ്പോർട്ട് ചെയ്യുന്ന മാറ്റേഴ്സിലും കർശനമായിട്ടുള്ള ആക്ഷൻസ് ഉണ്ടാകുമെന്ന് ഞാൻ പ്രോപ്പറായിട്ട് അറിയിക്കുകയാണ്. SPC കാഡറ്റ്സ് തരുന്ന ഓരോ പെറ്റീഷൻസും, SPC കാഡറ്റ്സ് തരുന്ന ഓരോ ഇൻപുട്സും, SPC കാഡറ്റ്സ് തരുന്ന ഓരോ ഇൻഫർമേഷൻസും ആര് തരുന്ന ഇൻഫർമേഷനേക്കാൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് നൽകി അതിലുള്ള പ്രോപ്പറായിട്ടുള്ള എൻക്വയറി നടത്തി ആക്ഷൻസ് എടുക്കുമെന്ന് ഞാൻ അറിയിക്കുകയാണ്. ഈ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രെയിനിങ് തന്ന ഇവിടുത്തെ ട്രെയിനിങ് ഓഫീസേഴ്സിന് ഞാൻ ആദ്യമായിട്ട് നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇവിടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ ഓർഗനൈസ് ചെയ്യാൻ എന്തുകൊണ്ടും PT അസോസിയേഷൻസ് സഹായം ഉണ്ടായിരിക്കും, പഞ്ചായത്തിന് സഹായം ഉണ്ടായിരിക്കും, മെമ്പേഴ്സിന് സഹായം ഉണ്ടായിരിക്കും, പേരൻസിന് സഹായം ഉണ്ടായിരിക്കും, ഇവിടെ നിങ്ങൾ ട്രെയിൻ ചെയ്ത പോലീസിന് സഹായം ഉണ്ടായിരിക്കും. അവർക്ക് എല്ലാവരും നന്ദി അറിയിക്കുകയാണ്. പരേഡില് 1-2 ചെറിയ വീഴ്ചകളൊക്കെ ഉണ്ടാവും. സോ ദാറ്റ് ഈസ് വെരി കോമൺ. നിങ്ങളാരും പേടിക്കണ്ട. ഞങ്ങളുടെ പരേഡ് നടക്കുന്ന ടൈമില് 5, 6, 7, 8 പേരൊക്കെ വീഴാറ്. ഇതില് 1 മിനിറ്റുള്ളൂ. സോ ദാറ്റ് ഇറ്റ്സെൽഫ് ഷോസ് ദ ഫിസിക്കൽ ഫിറ്റ്നസ് ഓഫ് എൻ്റയർ ടീം. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ടും ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പരേഡ് നേതൃത്വം നൽകിയ കമാൻഡറിനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ടും ബാൻഡിനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ടും 4ാമത്തെ പ്ലാറ്റൂണിനെയും 1ാമത്തെ പ്ലാറ്റൂണിനെയും 7ാമത്തെ പ്ലാറ്റൂണിനെയും പ്രത്യേകിച്ച് അഭിനന്ദിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കേഡറ്റുകൾക്കും മറ്റുമുള്ള ഉപഹാരങ്ങൾ വിതരണം ചെയ്യുന്ന ചടങ്ങാണ് അടുത്തത്. ആദ്യമായി ഈ പരേഡിന്റെ കമാൻഡറായ കുമാരി ഗിരിനന്ദയെ ശ്രീ ഷഹൻഷാ IPS അവറുകളിൽ നിന്നും ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. ക്ഷണിക്കുന്നു.
ലീഡർ കുമാരി അലോന വിനീഷിനെ ഉപഹാരം Attention! ഏഴാം നമ്പർ പ്ലറ്റൂൺ ലീഡർ മാസ്റ്റർ മുഹമ്മദ് അദ്നാൻ. Parade! Attention! എട്ടാം നമ്പർ പ്ലറ്റൂൺ ലീഡർ Parade! Attention! ഇന്നത്തെ പരേഡിന് അകമ്പടി താളം നൽകിയ പാതിരിയാട് കോട്ടയം രാജാസ് ഹൈസ്കൂളിലെ ബാൻഡ് ടീം ലീഡർ കുമാരി ദേവസൂര്യ പി കെ ശ്രീ കെ എസ് ഷെൻഷ IPS അവർകളിൽ നിന്നും ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. Parade! Attention! Parade! General Chief! Prize winners, rejoin your platoon! കണ്ണൂർ സിറ്റി Parade! Attention! ശ്രീ ജിതിൻ വി DI പാതിരാട് കോട്ടയം രാജാസ്. Parade! Attention! ക്ഷണിക്കുന്നു. Parade! Attention! ക്ഷണിക്കുന്നു. Parade! Attention! Parade! General Chief! ശ്രീ മിഥുൻലാൽ KM DI സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ അവർകളെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. Attention! Parade! General കോട്ടയം രാജാസ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക ശ്രീമതി രജനി അതിയടത്ത് അവർകളെ ശ്രീ KS ഷെൻഷ IPS അവർകളിൽ നിന്നും ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. Parade! Attention! മൂന്ന് മാസങ്ങൾ കൊണ്ട് കുറഞ്ഞ ക്ലാസുകളിലൂടെ പരിശീലനം നേടിയെടുത്ത ബാൻഡ് ട്രൂപ്പാണ് UP. നമ്മുടെ സ്കൂളിന്റെ UP ക്ലാസുകളിലെ കുട്ടികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. General Chief! Band ready! Band salute! General salute!
പരേഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. പരേഡ് കമാൻഡർ പരേഡ് മാർച്ച് ഓഫ് ചെയ്യുന്നതിനായി വിശിഷ്ടാതിഥിയോട് അനുവാദം ചോദിക്കുന്നു. പരേഡ് കമാൻഡർ സെക്കൻഡ് ഇൻ കമാൻഡർക്ക് ചാർജ് കൈമാറുന്നു. നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി ശ്രീ KS ഷെഹൻഷാ IPS അവർക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഈ പാസിംഗ് ഔട്ട് പരേഡ് അവിസ്മരണീയമാക്കിയ വിശിഷ്ട വ്യക്തികൾ, കേഡറ്റുകൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, പോലീസ് ഉദ്യോഗസ്ഥർ, നാട്ടുകാർ തുടങ്ങി എല്ലാ സുമനസുകൾക്കും പാതിരയാട് കോട്ടയം രാജാസ് ഹൈസ്കൂളിന്റെയും SPC യൂണിറ്റുകളുടെയും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പ്രൊജക്ട് ജില്ലാ നോഡൽ ഓഫീസിന്റെയും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.